അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. ബന്ധുക്കളൊക്കെ തന്നെയാണ് ഒപ്പമുള്ളത്. അവിടെ നിന്നുള്ള ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. ഉടൻ തന്നെ ആംബുലൻസ് പുറപ്പെടും. ഇവിടെ നിന്ന് മാനന്തവാടിയിൽ നിന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്ററിനകത്ത് ദൂരമുണ്ട്. പക്ഷേ അവസാന ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ മലയ്ക്ക് മുകളിലേക്ക് കയറി പോകുന്ന ചെറിയ റോഡാണ്. അതുകൊണ്ട് സാവധാനത്തിലായിരിക്കും ആംബുലൻസ് ഒക്കെ പോവുക. നേരെ വീട്ടിലേക്കാണ് എത്തിക്കേണ്ടത്. നഗരത്തിൽ നിന്ന് അധികം ദൂരെയല്ല, പക്ഷേ ചെറിയ റോഡൊക്കെയാണ്. അത് ഈ മലമുകളിലേക്ക് കയറി പോകുന്ന റോഡാണ്. പ്രിയദർശിനി എസ്റ്റേറ്റിലേക്ക് പോകുന്ന റോഡ് വഴിയാണ് വീട്ടിലേക്ക് എത്തേണ്ടത്. അങ്ങനെ ഇപ്പോൾ മൃതദേഹം ആംബുലൻസിൽ കയറ്റി കഴിഞ്ഞു. ആംബുലൻസ് പുറപ്പെടുകയാണ്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ കയറ്റിയിരിക്കുന്നു. ബന്ധുക്കളും ഗോത്രവിഭാഗത്തിൽ നിന്ന് ഉള്ള മറ്റ് പ്രദേശവാസികളും കൗൺസിലർമാരും അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയത്. പോലീസിൻ്റെ എസ്കോർട്ടോടുകൂടിയായിരിക്കും ആംബുലൻസ് ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. 10 കിലോമീറ്റർ അകലെയാണ് വീട്. അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. 11:30 സംസ്കാരം നടക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. കമൽ, എന്തൊരു ദുരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ കൂടി പണിക്ക് പോയതാണ്. തുടർന്നാണ് ഇത്തരത്തിലൊരു അപ്രതീക്ഷിത സംഭവം ഉണ്ടാകുന്നത്. എത്ര ദാരുണമാണ് കാര്യങ്ങൾ. ദൂരെ നിന്ന് നോക്കുന്നവർക്ക് ഒരു അനുശോചനത്തിൽ ഒതുക്കി വയ്ക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ അത് അനുഭവിക്കുന്ന മനുഷ്യർക്ക് മാത്രമാണ് അതിൻ്റെ വേദന പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുക. മോത്തി, തീർത്തും ദാരുണമായ സംഭവം തന്നെയാണ്. വളരെ അപ്രതീക്ഷിതം. പൊതുവേ നമ്മൾ പറയാറുണ്ട്, ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ ആ പ്രദേശമൊക്കെ അറിയുന്നത് കൊണ്ട് അവർ അത്തരം അപകടങ്ങളിൽ പെടാറില്ല. ഈ ഭർത്താവ് അച്ചപ്പൻ അവിടെ ബൈക്കിൽ രാധയെ കൊണ്ടുവിട്ടിട്ട് ചോദിച്ചതാണ്, ഇനി നീ പോയിക്കോളില്ലേ, അങ്ങോട്ട് പണിസ്ഥലത്തേക്ക് ഞാൻ വരണ്ടല്ലോ, പോയിക്കോളില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. അദ്ദേഹം തിരിച്ചുപോയി. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഈ തണ്ടർ ബോൾട്ട്, ഈ രക്തപ്പാടൊക്കെ കണ്ട് എല്ലാവരെയും വിവരം അറിയിക്കുന്നത്. അത്തരത്തിൽ ജോലിക്ക് പോയ ആളാണ്. അപ്രതീക്ഷിതമായാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. അതിന് ഈ സംഭവത്തിന് ദൃക്സാക്ഷികളില്ല. കടുവയുടെ കാൽപ്പാടുകളൊക്കെ കണ്ടാണ് പിന്നീട് അക്കാര്യം അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഉണ്ടായതെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ചിലരൊക്കെ പറയുന്നുണ്ട്, നിലത്തിരുന്ന് എന്തെങ്കിലും ചെയ്യുകയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ കടുവയെ കണ്ട് പെട്ടെന്ന് ഓടി വീണ് പോയിരിക്കാം. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ അവിടുത്തെ ആളുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും വളരെ ദാരുണമായ സംഭവം എന്നേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ മൃതദേഹവും വഹിച്ചുകൊണ്ട് ആംബുലൻസ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. പോലീസ് മുമ്പിലും പിന്നിലും പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ആംബുലൻസ് പോകുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥരടക്കം രാധയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആശുപത്രിയിൽ നിന്നും നീങ്ങിക്കഴിഞ്ഞു. ഇനി മാനന്തവാടിയിൽ വീട്ടിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. 10 കിലോമീറ്റർ വ്യത്യാസമുണ്ട് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് എത്താനെന്നാണ് കമൽ നൽകുന്ന വിവരങ്ങൾ.